ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈദ് സ്പെഷ്യൽ പെപ്പർ ചിക്കൻ ആട്ടോ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയായ കുരുമുളകൊക്കെ അരച്ച് വെച്ച ചിക്കൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് പൊടിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടി കുറച്ച് മല്ലി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ടീസ്പൂൺ വലിയ ജീരകവുമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 2-3 ഏലക്കയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറുവപ്പട്ടയും കുറച്ച് ഗ്രാമ്പുവാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. ഇത് ചൂടാക്കിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അതാ പൊടി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് 2 വലിയ സവോള കനം കുറച്ചരിഞ്ഞതും 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇവയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കുക. ഉള്ളി നല്ലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് നല്ലൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. 2 വലിയ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടിയില്ലേ, മല്ലിയും കുരുമുളകൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചിക്കൻ വേവിച്ചെടുക്കാൻ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും കറി വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.